ഞങ്ങളുടെ ചേട്ടാ ഇത് എഞ്ചിൻ ഓയിൽ വണ്ടിയിൽ ഒഴിക്കാം, അല്ലാതെ കുക്ക് ചെയ്യാനും എടുക്കാം. ഇത് റിഫൈൻ ചെയ്ത് ഫുള്ള് ക്ലീൻ ചെയ്ത ഓയിലാണ്, ഒരു കുഴപ്പമില്ല. 3 ചെറിയ ബോട്ടിലാണ് ചെയ്യുന്നത്. ഒരെണ്ണം കോക്കനട്ട് ഓയിലിൻ്റെ എസൻസ്, ഒരെണ്ണം മറ്റേ നമ്മുടെ സൺഫ്ലവർ ഓയിലിൻ്റെ എസൻസ്, അങ്ങനെ ഒരു 4-5 കുപ്പി. ഇയാൾ പറയുന്നത് ചിപ്സ് ഉണ്ടാക്കാൻ നേരത്ത് ആ കുപ്പിയിൽ നിന്ന് ഒരു ശകലം ഒഴിക്കുമ്പോൾ വെളിച്ചെണ്ണ മണം വരും. ബോട്ടിലാക്കാൻ നേരത്ത് മെഷീനിലിട്ടിട്ട് ഈ എസൻസും കൂടെ ചേർത്തിട്ട് അതിനൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ബോട്ടിലാക്കി മണപ്പിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് വെളിച്ചെണ്ണ. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം. നമ്മളെല്ലാവരും എണ്ണ ഉപയോഗിക്കുന്നവരാണ്, വെളിച്ചെണ്ണ അതുപോലെ തന്നെ മറ്റു തരം എണ്ണകളൊക്കെ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള മറ്റ് വിവിധ തരം എണ്ണകളൊക്കെ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച്, അതിപ്പോൾ പാചകത്തിനും അതോടൊപ്പം തന്നെ മറ്റ് പല കാര്യങ്ങൾക്കുമായിട്ട് ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച്, അതോടൊപ്പം തന്നെ തട്ടുകടകൾ, ഹോട്ടൽ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നവരെ സംബന്ധിച്ച് വളരെ ഞെട്ടിക്കുന്ന ഒരു ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ വലിയ ചർച്ചയ്ക്ക് പോലും വഴിവെച്ചിരിക്കുകയാണ്. അതായത് വണ്ടിയിൽ ഒഴിക്കുന്ന എഞ്ചിൻ ഓയിൽ ഇനി നിങ്ങൾ ഭക്ഷണത്തിൽ പാചകം ചെയ്ത് കഴിക്കേണ്ടി വരും. തട്ടുകടകളിലും അതുപോലെ ഹോട്ടലുകളിലും ഭക്ഷണങ്ങൾ കഴിക്കുന്നവർക്ക് ഇനി എഞ്ചിൻ ഓയിൽ കൂട്ടി കഴിക്കാം. അതായത് വാഹനത്തിൽ ഉപയോഗിക്കുന്ന ഓയിൽ റിഫൈൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ഇനി നിങ്ങൾക്ക് കഴിക്കാം. നമ്മൾ പുറത്തുനിന്ന് ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ പൊരിച്ചതും വറുത്തതും ഒക്കെ ആയിട്ടുള്ള പലഹാരങ്ങൾ, എണ്ണക്കടികളൊക്കെ തന്നെ കഴിക്കുമ്പോൾ ഈ ഓഡിയോ സന്ദേശം ഒന്ന് കേൾക്കുന്നത് നന്നായിരിക്കും.